മച്ചന്മാരെ, വൈഫൈ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു CCTV നിങ്ങൾക്ക് വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാവുന്ന നല്ല ഒരു അടിപൊളി ക്യാമറയാണ് ഇത്. എല്ലാ കൂട്ടുകാരെയും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഹിക്വിഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ കീഴിൽ വരുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഈ ഒരു ക്യാമറ മാർക്കറ്റിൽ ഇറക്കുന്നത്. H9C എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. 5 MB രണ്ട് ക്യാമറ വീതം ഇതിനകത്ത് ഉണ്ട്. ഈ ഒരു CCTV ക്യാമറയിൽ 2 ക്യാമറ ഉണ്ടെങ്കിലും ഒരു ക്യാമറ നമ്മൾ വെച്ച് കൊടുക്കുന്ന ആ ഒരു ലൊക്കേഷനിൽ ഫുൾ ടൈം ഇരിക്കുന്നതാണ്. അത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ക്യാമറയാണ്. രണ്ടാമത്തെ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമറയാണ്. അതാണെങ്കിൽ നമ്മുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതാണ്. വണ്ടിയോ മനുഷ്യന്മാരോ എന്തെങ്കിലും വന്നാൽ അവരുടെ പുറകെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കും. ഈ ഒരു സെയിം കമ്പനിയുടെ തന്നെ 4 MB റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമറയാണ് ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നത്. അത് മാറ്റിയാണ് ഈ ഒരു ക്യാമറ വയ്ക്കാൻ പോകുന്നത്. ഈ ഒരു ക്യാമറയുടെ പെട്ടിയുടെ അകത്ത് നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്യാമറ ഉണ്ടാവും. പിന്നെ നമ്മുടെ എതർനെറ്റ് കേബിള് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അഡാപ്റ്റർ പോലത്തെ സാധനം കിട്ടുന്നതാണ്. ഇത് നിങ്ങൾ എന്തായാലും വെച്ച് ലോക്ക് ചെയ്യണം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണിയൊക്കെ വന്നിട്ട് അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഈ പറഞ്ഞ പോലെ എതർനെറ്റ് കേബിൾ ഉപയോഗിക്കാൻ നേരത്ത് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു വയ്ക്കുക. പിന്നെ ഈ ഒരു ക്യാമറയ്ക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് 12 വോൾട്ട് 1.5 ആംബിയറിൻ്റെ ഒരു അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് പേപ്പറും 2 സ്ക്രൂ ഒക്കെ ലഭിക്കുന്നുണ്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ നിങ്ങളെ ഒരു മെമ്മറി കാർഡ് എന്തായാലും മേടിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത് മെമ്മറി കാർഡിലേക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡിൽ പൈസ കൊടുത്തിട്ട് എടുക്കാം. പക്ഷേ അത് മാസം നല്ല പൈസ വരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ലോക്ക് സിസ്റ്റം. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് നമുക്ക് ഊരെടുക്കാവുന്ന കേസുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ക്യാമറ എവിടെയെങ്കിലും താഴെ ആർക്കെങ്കിലും എടുക്കാൻ പാകത്തിന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കള്ളന്മാർ ക്യാമറയും കൊണ്ട് പോകും. ഈ കാണുന്ന 2 സ്ക്രൂവ് ഊരി മാറ്റിയതിന് ശേഷമാണ് മെമ്മറി കാർഡ് ഇടുന്നത്. ഞാൻ ആമസോൺ ബേസിസിൻ്റെ മെമ്മറി കാർഡാണ് ഉപയോഗിക്കുന്നത്. ഇതിനു മുമ്പേ 4 MB ഒരു ക്യാമറ മാത്രം വരുന്ന CCTV ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ഈ സെയിം മെമ്മറി കാർഡ് 15 ദിവസം സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എത്ര ദിവസം കിട്ടുമെന്ന് അറിയത്തില്ല. കാരണം ഈ ഒരു ക്യാമറ വാങ്ങിച്ചിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഇത് വൈഫൈ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറ ആണെങ്കിലും നിങ്ങൾ ഫുൾ ടൈം കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ കയ്യിൽ മൊബൈലിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കൊടുക്കാം, നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഇല്ലെങ്കിൽ. അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. വൈഫൈ ഇല്ലെങ്കിലും ഇതിനകത്ത് മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ റെക്കോർഡിംഗ് നടക്കുന്നതാണ്. നമ്മുടെ പഴയ CCTVയുടെ ആ സെയിം സ്റ്റാൻഡിൽ തന്നെയാണ് ഈ ഒരു പുതിയ CCTV വെച്ചത്. പഴയത് ഊരി മാറ്റി ഇതങ്ങ് വെച്ചു. ഈ ഒരു ക്യാമറ നമ്മൾ വാങ്ങിച്ചിട്ട് വെറും 2 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. നമുക്ക് ഏതാണ്ട് 10% HDFCയുടെ കടനും കിട്ടി. പിന്നെ ആമസോൺ പേ ബാലൻസ് 10% കിട്ടി. മൊത്തം 20% കിട്ടി. അങ്ങനെയാണ് 4700 രൂപ താഴെ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാമറയുടെ പിക്ചർ ക്വാളിറ്റിയൊക്കെ നല്ല പക്കയാണ്, ഒരു കുറ്റവും പറയാനില്ല. പക്ഷേ എങ്കിൽ ഇതിനകത്ത് നൈറ്റ് വിഷനിൽ കളർ ഇട്ടിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്ര നല്ല പിക്ചർ ക്വാളിറ്റി ഒന്നുമില്ല. നമുക്ക് നമ്മുടെ പരിസരങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമെങ്കിലും ഒരാൾ വരുമ്പോൾ അവരൊന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ സൗണ്ടൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ക്യാമറ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ട്രാക്കിംഗ് ഒക്കെ ഒരാൾ വന്നാലും വണ്ടി വന്നാലും ട്രാക്ക് ചെയ്യുന്നതൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ കേട്ടോ, നമ്മുടെ കൂടെ തന്നെ ക്യാമറ കറങ്ങി കറങ്ങി വരുന്നത് കാണാൻ സാധിക്കും. അതൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. പക്ഷേ എങ്കിൽ നൈറ്റ് വിഷനിൽ കളർ ഇട്ട് കഴിഞ്ഞാൽ അത് അത്ര പെർഫെക്റ്റ് അല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. വേറെ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് എന്ന് പറയാനില്ല. പിന്നെ ആ ക്യാമറയുടെ ലോക്കിങ് അത് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണം ഊരെടുത്ത് ക്യാമറ കൊണ്ടാവുന്നതാണ്. നിങ്ങൾക്കുണ്ടല്ലോ, ഈ ഒരു ക്യാമറ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് 2 ക്യാമറയുടെ ആവശ്യമുണ്ടെങ്കിലാണ് ഇത് വാങ്ങേണ്ട ആവശ്യമുള്ളൂ. സിംഗിൾ ക്യാമറ മതിയെങ്കിൽ ഇതിന് വിലക്കുറവിൽ വേറെ ക്യാമറ ഇവരുടെ തന്നെ കിട്ടുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പ് ഉപയോഗിച്ച ആ ഒരു ക്യാമറയാണ്. അതിൻ്റെ വീഡിയോസ് കഴിഞ്ഞ ആഴ്ചയിൽ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഈ ഒരു ക്യാമറയിലെ 2 ആൻറ്റിന വരുന്നുണ്ട് വൈഫൈയുടെ. അതുകൊണ്ട് കുറച്ച് ദൂരത്തിരുന്നാലും വൈഫൈയുടെ സിഗ്നൽ പിടിക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ പഴയ ക്യാമറ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ഒരു ക്യാമറ ഉള്ളൂ. എങ്കിലും അതിൻ്റെ ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി തമ്മിൽ കാര്യമായ മാറ്റമൊന്നുമില്ല. അത് 4 MB, ഇത് 5 MB. അതിൻ്റേതായ ഒരു ചെറിയ മാറ്റമല്ലാണ്ട് കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. പുതിയ ക്യാമറ കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതൊന്ന് പഠിക്കട്ടെ.